നമ്മുടെ തൃശ്ശൂരേ ഇന്ന് സാമ്പിള് വെടിക്കെട്ടാണ്. നമുക്കത് കാണണ്ടേ? തൃശ്ശൂരുകാരി എന്ന നിലയിൽ എൻ്റെ നാട്ടിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ എങ്ങനെയാലേ? ഇന്ന് വെടിക്കെട്ട് അടിപൊളിയായിരിക്കും. നമ്മൾ പോകുമ്പോൾ ഏകദേശം ഒരു 6-6:30 ആയി കാണും. ആ ഒരു നേരാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഓരോ സൈഡും ഇങ്ങനെ ബാരിയർ വെച്ച് അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടികൾക്കൊന്നും അങ്ങോട്ട് പ്രവേശനമില്ല. നമുക്ക് വേണമെങ്കിൽ നടന്ന് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ പോലീസുകാരും ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ നമ്മൾ ചെറിയ വഴികളിലൂടെ പോയിട്ട് നമ്മുടെ സാരഥിയെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോന്നു നോക്കി. നല്ല തിരക്കുണ്ട്, കണ്ടില്ലേ? നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട് സ്ഥലത്തേക്ക്. എല്ലാ പ്രാവശ്യം ഉള്ളതുപോലെയല്ല, ഈ പ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ട് എല്ലാ സ്ഥലത്തും ഓരോ സ്റ്റാളുകൾ ഇങ്ങനെ കാണാം. ഫുഡ് സ്റ്റാളാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. ഈ ഒരു ഉന്തുവണ്ടിയിൽ പ്രിപ്പയർ ചെയ്യണ ഈ ഫുഡില്ലേ, അതിൻ്റെ അടുത്താണ് നമ്മൾ നിന്നിരുന്നത്. ഓൾറെഡി ഫുഡ് പ്രിപ്പയർ ചെയ്യണോണ്ട് തന്നെ അതിൽ ചൂട് നന്നായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വരുന്ന ചൂടും ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ടുള്ള തിക്കും തിരക്കും ചൂടൊക്കെ കാരണം ഞാൻ ഒരു വിധായി. ഇതേ നമ്മുടെ പുറകിൽ നിൽക്കണ ചേച്ചിയും ചേട്ടനൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് കേട്ടോ. നിൽക്കാൻ തന്നെയാണെങ്കിലും നല്ല തിക്കും തിരക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ വീശാനായിട്ട് അവർ കുറച്ച് പേപ്പറൊക്കെ നമുക്ക് തന്നായിരുന്നു. പിന്നെ ഈ ഒരു ആംബുലൻസ് പോണ കണ്ടില്ലേ, ഇതിന്റെ പുറകെ തിക്കി തിരികെ പോകാൻ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. ഇതേ കണ്ടോ ഓടണത്. അവിടുന്ന് അവരൊരു തിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ സൈഡിൽ നിൽക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പൂരം വെടിക്കെട്ടൊക്കെ കാണണമെങ്കിൽ ഈ തിക്കും തിരക്കൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. പക്ഷേ കൈക്കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരണം ഞാൻ കണ്ടു. പക്ഷെ അത്രയും ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ഈ തിക്കിലും തിരക്കിലും എങ്ങനെ നിൽക്കാൻ പറ്റുക അല്ലേ? പിന്നെ ഇത് പൂരം കാണണം എന്നുള്ള ആഗ്രഹത്തിൽ പൂരത്തിന്റെ ദിവസവും വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. നിങ്ങൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം കേട്ടോ വരാനായിട്ട്. കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിൽക്കാനായിട്ട് മാക്സിമം നോക്കുക. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് നമ്മളൊരു സാധനം കണ്ടു. അത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ ഈ സ്ഥലങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വെടിക്കെട്ട് കാണാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ കാര്യം ഇതാണ്.
കണ്ടുവയ്ക്കേ. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്ന് അതൊക്കെ കണ്ടതിന് ശേഷം പോവാന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് നീങ്ങാന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം നിന്ന സ്ഥലത്ത് നിന്നും നമുക്ക് എങ്ങോട്ടും ആണെങ്കിലും തിരിയാനോ ഒന്ന് നോക്കാൻ പോലും പറ്റില്ല, അതുപോലെ തിരക്കായിരുന്നു. പിന്നെ നമ്മൾ മാറി നിന്നതുകൊണ്ട് തന്നെ നമുക്ക് വെടിക്കെട്ട് കാണാൻ എളുപ്പമുണ്ടായിരുന്നു. അടുത്ത വെടിക്കെട്ട് കാണിച്ചു തരാം. അങ്ങനെ വെടിക്കെട്ട് മുഴുവനും കണ്ടു തീർത്ത ശേഷം നമ്മൾ തിരിച്ചു കേട്ടോ. ഇനി നമ്മൾ വീട്ടിലേക്കാണ്. പോണ വഴി കുരിശറ കൂടിയിട്ടാണ് നമ്മൾ പോയത്. അതെന്തായാലും ലാഭം. അവിടുത്തെ പള്ളിയുടെ പണി പൂർത്തിയായിട്ടുള്ള ദിവസമായിരുന്നു. അപ്പോ അതിന്റെ ആഘോഷങ്ങൾ വേറെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാ പിന്നെ നമ്മൾ അതും കൂടി കൂടിയിട്ടാകാം ഇന്നത്തെ ദിവസം പൂർത്തിയാക്കാന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോ അതിലും സൂപ്പർ അടിപൊളിയായിരുന്നു. പള്ളി കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. അവിടെയും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂർ എന്ത് സൂപ്പറല്ലേ. പൂരം, പള്ളിപ്പെരുന്നാള് എല്ലാം ഉണ്ട്. അടിപൊളി. അതെ, തുടക്കക്കാരി എന്ന നിലയ്ക്ക് എൻ്റെ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടോ?
ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് എന്തായാലും ഈ ഒരു ദിവസം വളരെയധികം ഇഷ്ടമായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെടിക്കെട്ട് സൂപ്പറായിട്ട് കണ്ടു. അത് കഴിഞ്ഞിട്ട് ദേ ഈ ഒരു സംഭവം അടിപൊളിയായിട്ട് കണ്ടു. അങ്ങനെ ഒത്തിരി ഒത്തിരി ആഘോഷങ്ങളൊക്കെ കണ്ട് വീട്ടിലേക്ക് യാത്ര. ഓക്കെ എന്നാ ബൈ.